ഇത് കണ്ടോ, ഒരു ചുരിദാറിന്റെ ബാക്ക് പീസ് ആണ് കേട്ടോ. ഇത് ഇൻവിസിബിൾ സിബ് വെച്ച് തയ്ച്ചിട്ടുള്ള ഒരു ചുരിദാറാണ്. തയ്ച്ച് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. ബാക്ക് പോർഷൻ നമ്മൾ ഇൻവിസിബിൾ സിബ് ആണ് വെച്ചിരിക്കുന്നത്. ഫുള്ളി സ്റ്റിച്ചഡ് ആയിട്ടുള്ള ചുരിദാറില് ഇതുപോലെ നല്ല ഫിനിഷിങ്ങിൽ എങ്ങനെയാണ് ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യണേന്ന് നോക്കിയാലോ. അതിനുവേണ്ടി നമ്മൾ മെയിൻ ക്ലോത്തിന്റെ നല്ല വശമാണ് കേട്ടോ എടുക്കേണ്ടത്. ലൈനിങ് അറ്റാച്ച് ചെയ്യരുത്. അതിനു മുന്നേ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്തിട്ട് വേണം ലൈനിങ് അറ്റാച്ച് ചെയ്യാൻ. അപ്പോൾ നമ്മളിത് ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒരു 13.5 ഇഞ്ച് നീളത്തിൽ നടു കീറിയിട്ടുണ്ട്. അപ്പം നമ്മൾ മെയിൻ ക്ലോത്തിന്റെ നല്ല വശത്തേക്ക് വേണം ഈ സിബ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സിബ് ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് വേണം കേട്ടോ അറ്റാച്ച് ചെയ്യാൻ. ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ വേറെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കിയാൽ മതിയേ. അപ്പൊ ഈ ഒരു രീതിയിൽ സിബ് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ ഫുള്ള് പിൻ ചെയ്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോഴേ നല്ല രീതിക്ക് അത് കിട്ടുള്ളൂ. അപ്പൊ ഞാൻ രണ്ട് വശം ഇതുപോലെ ഫുള്ള് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫൂട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിടണം. ലെഫ്റ്റ് സൈഡ് തയ്ക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ആക്കി ഇടണം, റൈറ്റ് സൈഡ് തയ്ക്കുമ്പോൾ റൈറ്റ് സൈഡ് ഒക്കെ ആക്കി ഇടണം കേട്ടോ ഫൂട്ട്. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ പറ്റ കൂടെ തയ്ച്ച് താഴത്തേക്ക് വരിക. നമ്മൾ തയ്ച്ച് പോരുന്നതനുസരിച്ച് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള പിന്നുകളെല്ലാം പതുക്കെ ഊരി ഊരി കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ തയ്ച്ച് താഴത്തേക്ക് വരിക. താഴെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓപ്പൺ തീരുന്ന ആ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് വേണം നമ്മൾ ഈ സ്റ്റിച്ച് നിർത്താനായിട്ട് കേട്ടോ. എന്നെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ആ ഒരു കുഞ്ഞ് ഓപ്പൺ കിട്ടുള്ളൂ. ആ കുഞ്ഞ് ഓപ്പൺ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് സിബ്, പുറത്തുള്ള സിബ് നമുക്ക് അകത്ത് അതിലൂടെ വേണം ഇടാൻ. അവിടെ നമ്മൾ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് അവിടെ കെട്ടിട്ട് നിർത്തുക. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടാണ് ഞാൻ അവിടെ നിർത്തിയിരിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ നമ്മൾ മറ്റേ സൈഡും ഇതുപോലെ തയ്ച്ച് താഴത്തേക്ക് വന്നിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് നമ്മൾ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്ത് നിർത്തുക. നമ്മൾ ഇത് ആ 1/2 ഇഞ്ച് ഗ്യാപ്പ് ഒരേപോലെ തന്നെ വരണം കേട്ടോ. കാരണം അപ്പുറത്തെ സൈഡിൽ എവിടെ നിർത്തിയോ അതുപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡിൽ നിർത്തണം. അതിന് നിങ്ങൾ ചോക്ക് വെച്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് തയ്ക്കുവാണെങ്കിൽ രണ്ടും ഒരേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നിർത്താൻ പറ്റും കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഞാൻ ഇതിൽ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മൾ ചോക്ക് എടുത്തിട്ട് ഇവിടെ എവിടെയാണ് നമ്മൾ കെട്ടിട്ട് നിർത്തിയത് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ മാർക്ക് ചെയ്തിട്ട് അവിടെ വേണം നമ്മൾ കെട്ടിട്ട് ആ സ്റ്റിച്ച് നിർത്താനായിട്ട്. അപ്പൊ നമ്മൾ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ മെയിൻ ക്ലോത്തിലാണ് ഇപ്പൊ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതിനിപ്പോ നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഫിനിഷിങ് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതിലേക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്തതിന് ശേഷമേ നമുക്കിത് പൂർണ്ണമായിട്ടും മറിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ലൈനിങ് അറ്റാച്ച് ചെയ്യാനൊന്നുമില്ല, നമ്മൾ ഓൾറെഡി ഇൻവിസിബിൾ സിബ് ഇപ്പോൾ നമ്മുടെ മെയിൻ ക്ലോത്തിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് ഇതിന്റെ മേളിലേക്ക് തന്നെ ഈ നല്ല വശത്തേക്ക് തന്നെ, അതായത് നമ്മളിപ്പോൾ മെയിൻ ക്ലോത്തിന്റെ നല്ല വശത്താണല്ലോ നമ്മളിപ്പോൾ അറ്റാച്ച് ചെയ്തത് സിബ്. അപ്പോൾ അതുപോലെ തന്നെ നല്ല വശത്തേക്ക് ഈ ലൈനിങ്ങും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്തെടുക്കുക. ശേഷം നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തതിന്റെ പുറമെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോന്നാൽ മാത്രം മതി. നമ്മൾ ആദ്യം എങ്ങനെ മെയിൻ ക്ലോത്തിൽ സിബ് അറ്റാച്ച് ചെയ്തോ അതിന്റെ പുറത്ത് ലൈനിങ് വെച്ചിട്ട് അതിന്റെ പുറമെ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുക. ഇതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് എടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചാണ്, പക്ഷെ ലെങ്ത് കൂടിപ്പോയത് കൊണ്ടാണ് ഇപ്പൊ ഇത് ഞാൻ ലോങ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ ഇത് ഈ രണ്ട് വശവും ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച പോർഷനിൽ കെട്ടിട്ട് നിർത്തുക. അപ്പൊ ഇതേ മെയിൻ ക്ലോത്തിലേക്ക് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതേമാതിരി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നല്ല വശത്തേക്ക് ഇത് മറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുവരെയൊക്കെ എല്ലാവരും വളരെ സിമ്പിളായിട്ട് ചെയ്തു പോകും. നമ്മൾ ഈ ലൈനിങ് മറിച്ചെടുത്ത് കഴിയുമ്പോൾ വരുന്ന ആ കുഞ്ഞു ഗ്യാപ്പാണ്, അതായത് സിബ് അറ്റാച്ച് ചെയ്ത താഴെ ഭാഗത്തുള്ള ആ കുഞ്ഞു ഗ്യാപ്പ് വരുമ്പോഴാണ് എല്ലാവർക്കും ഒരു സംശയം വരുന്നത്. അതെങ്ങനെയാണ് ആ പോർഷൻ വൃത്തിയായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാന്നുള്ളതാണ്. ആ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു സ്റ്റിച്ചാണ് നമുക്ക് അവിടെ വേണ്ടത്. പിന്നെ നമ്മൾ ലൈനിങ് മറിച്ചെടുക്കുന്നതിന് മുന്നേ ഒന്ന് നെക്കും കൂടി ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം കേട്ടോ. ഞാനത് മറന്നുപോയി. അപ്പൊ ഞാൻ രണ്ടാമത് ലൈനിങ് തിരിച്ചിട്ടിട്ട് നെക്കും കൂടി ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കാര്യം കഴിയും. നമ്മൾ പിന്നീട് ഒന്ന് നെക്ക് ഫിനിഷ് ചെയ്യാൻ പോവണ്ട. ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് നെക്കും കൂടി ഫിനിഷ് ആയി കിട്ടും. അപ്പൊ ലൈനിങ്ങിന്റെ ഉൾവശത്ത് വെച്ചാണ് നമ്മൾ നെക്കും കൂടി അടിച്ചെടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നല്ല വശത്തേക്ക് തിരിച്ചെടുക്കുക. അപ്പൊ തന്നെ നമുക്ക് നമ്മുടെ നെക്ക് ഫിനിഷായി. ഇനി നമ്മൾ സിബ് ലോക്ക് ചെയ്താലും സിബ് ഊരി പോരത്തില്ല.
ഇത്രയും ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇപ്പൊ തയ്ച്ച സിബ് ഒന്ന് ലോക്ക് ചെയ്ത് നോക്കുക. നമ്മൾ തയ്ച്ചത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഏറ്റക്കുറിച്ചിലുകളൊന്നും വന്നിട്ടില്ല എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പൊ ഇനിയാണ് എല്ലാവർക്കും സംശയമുള്ള ഒരു പോർഷൻ. ഇപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ മെയിൻ ക്ലോത്തിന് നല്ല വശത്ത് ഈ സിബ് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ ആ കുഞ്ഞൊരു ഗ്യാപ്പ്, നമ്മൾ അരയിഞ്ച് ഒരു ഗ്യാപ്പ് അവിടെ ഇട്ടിട്ടുണ്ടല്ലോ, ഇതാണ് ലൈനിങ്ങിന്റെ ഉൾവശമാണ് കേട്ടോ അത്. ആ നല്ല വശത്ത് നിന്ന് ആ ഗ്യാപ്പിൽ കൂടി ഈ സിബ് ഇങ്ങനെ ഉള്ളിലേക്ക് ഇടണം. ഉള്ളിലേക്ക് അതിനാണ് നമ്മൾ ആ അരയിഞ്ച് ഗ്യാപ്പ് അവിടെ ഇട്ടത്. ഇനി ആ ഗ്യാപ്പാണ് നമ്മൾ നല്ല ഫിനിഷിങ്ങോട് കൂടി സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. അവിടെ ഒരു സ്റ്റിച്ച് ഉണ്ടെന്ന് പോലും അറിയാതെ വേണം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് എടുത്ത ആ സിബിന് ഇച്ചിരി ലെങ്ത് കൂടുതലുണ്ട്, അപ്പോൾ ഒരു ഇച്ചിരി കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല വശം എടുത്തിട്ട് നമ്മൾ ആ കുഞ്ഞു ഗ്യാപ്പ് കണ്ടോ, സിബ് ഉള്ളിലേക്ക് ഇട്ട ആ കുഞ്ഞു ഗ്യാപ്പ് നമ്മൾ ഇൻവിസിബിൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് നമ്മൾ ദേ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് അതുപോലെ തന്നെ അത് ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ സ്ലാൻഡിങ് ആയിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അവിടെ. അതായത് ഇപ്പം ഈ കാണിക്കുന്നത് പോലെ അവിടെ നിന്നൊരു സ്റ്റിച്ച് സ്ലാൻഡിങ് ആയിട്ട് നമ്മൾ സിബ് കെട്ടിട്ട് വെച്ചില്ലേ, അങ്ങോട്ടേക്ക് സ്ലാൻഡിങ് ആയിട്ടൊരു സ്റ്റിച്ച് ഇട്ട് ഒന്ന് ലോക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ മെയിൻ ക്ലോത്തിൽ സിബ് നമ്മൾ വെച്ച ആ ഒരു ഗ്യാപ്പ് ഇപ്പോൾ ഫില്ലായിട്ടുണ്ട്. ഇതേപോലെ ഇരിക്കും സ്റ്റിച്ച്. ഒരു സ്ലാൻഡിങ് ആയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. ഇതുപോലെ തന്നെ നമ്മൾ ലൈനിങ്ങും ഇതേപോലെ തന്നെ നമ്മൾ സ്ലാൻഡിങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് ആ ഗ്യാപ്പ് ലൈനിങ്ങിലും ഉണ്ടാവുമല്ലോ ഇതുപോലെ ഒരു ഗ്യാപ്പ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നമ്മൾ ഇതുപോലെ തന്നെ ഫില്ല് ചെയ്യുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലൈനിങ്ങും മെയിൻ ക്ലോത്തും സെപ്പറേറ്റ് വേണം ഇങ്ങനെ ചെയ്യാതെ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഇൻവിസിബിൾ സിബ് അറ്റാച്ചിങ്. ഇതേ കണ്ടോ, ഇത് നമ്മുടെ ലൈനിങ് ആണ്, ഉൾവശമാണ്. പിന്നെ ഇത് തിരിച്ചെടുക്കുമ്പോൾ നമ്മുടെ മെയിൻ ക്ലോത്തിന്റെ നല്ല വശം, അതായത് നമ്മുടെ പുറമേ കാണുന്ന വശം ഇങ്ങനെ കിട്ടും, നല്ല ഫിനിഷിങ്ങോടുകൂടി. ഇനി ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊന്ന് അയൺ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അയൺ ചെയ്ത് കൂടി കഴിഞ്ഞാൽ ഇത് ആ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അയൺ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് അയൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ അവിടെ ആ ഒരു സിബ് വെച്ചതാണെന്ന് തന്നെ നമുക്ക് തോന്നുള്ളൂ. അവിടെ ഒരു സ്റ്റിച്ച് ഉണ്ട് എന്ന് മനസ്സിലാവാത്ത രീതിക്ക് തന്നെ നമുക്കത് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫുൾ ചുരിദാറിൽ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യുന്നത്. കണ്ടില്ലേ, നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സിബ് ഇത്രയാണ് വന്നിരിക്കുന്നത്. ബാക്കി ഇങ്ങോട്ട് നമ്മൾ ഇട്ട സ്റ്റിച്ചാണ്, പക്ഷെ അറിയണ കൂടിയില്ലല്ലോ. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾക്കും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം ഒന്നും ശരിയാവണം എന്നില്ല, ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ എല്ലാവരുടെയും ശരിയാകും. ഞാനും അങ്ങനെ ഒരുപാട് ചെയ്തിട്ടാണ് ഇത് പഠിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്.